ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കീഴിലത്തുള്ള സെന്റ് തോമസ് ധ്യാന കേന്ദ്രത്തിലെ ഞായറാഴ്ചകളിലെ എവൻഗേലിയം ധ്യാനങ്ങളിൽ ധ്യാന ശുശ്രൂഷയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പിതാക്കന്മാർ പുതുഞായറാഴ്ചയ്ക്ക് ശേഷം 4ാമത്തെ ഞായറാഴ്ചയായിട്ടാണ് ഈ ഞായറാഴ്ചയെ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ദിവസങ്ങളിലെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നമുക്ക് നൽകിയിട്ടുള്ള വേദവാക്യങ്ങൾ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9ാം അധ്യായം അതിന്റെ 51 മുതൽ 62 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങളിൽ പ്രധാനമായി രണ്ടായിട്ട് നമുക്ക് തിരിക്കുവാനായിട്ട് സാധിക്കും. തിരിച്ചു പഠിക്കുന്നതാണ് കുറച്ചുകൂടി നമുക്ക് നല്ലതായിട്ട് തോന്നുന്നത്. ആദ്യ ഭാഗങ്ങളിൽ 51 മുതൽ 56 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളിൽ യേശുതമ്പുരാന്റെ യാത്രയ്ക്ക് ഒരു ചെറിയ തടസ്സം നേരിട്ടപ്പോൾ ആ തടസ്സത്തെ അതിജീവിക്കുവാനായിട്ടുള്ള ഒരു മാർഗം യേശുതമ്പുരാനോട് യാക്കോബ് യോഹന്നാനും പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണുവാനായിട്ട് കഴിയുക. അതിന്റെ 54ാമത്തെ വാക്യത്തിൽ അത് അവന്റെ ശിഷ്യന്മാരെ യാക്കോബ് യോഹന്നാനും കണ്ടിട്ട്, കർത്താവ് ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്നും നീ തീ ഇറക്കി അവരെ ദഹിപ്പിച്ചു കളയുവാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. ഇവിടെ ദൈവമക്കളെ, തന്റെ കർത്താവിന്റെ പരശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്നവരെ ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് തീയിറക്കി അവരെ നശിപ്പിച്ചു കളയണം എന്നുള്ളതാണ് ശിഷ്യന്മാരുടെ ആഗ്രഹം. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ എന്താണ് ഉണ്ടായതെന്ന് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 1ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആഹാബ് മരിച്ച ശേഷം മോവാബ്യർ ഇസ്രായേലിനോട് മത്സരിച്ചു. അഹസ്യാവ് ശമരിയയിലെ തന്റെ മാളികയുടെ കിളിവാതിലിൽ കൂടി നിന്ന് വീണ് ദീനം പിടിച്ചു. അവൻ ദൂതന്മാരെ അയച്ച്, ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് എക്രോനിലെ ദേവനായ ബെൽസെസറോട് ചെന്ന് ചോദിപ്പിൻ എന്ന് പറഞ്ഞ് അവരോട് കൽപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, ഏലിയാവിന്റെ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന ഏലിയാവ് തന്റെ ശുശ്രൂഷയുടെ കാലഘട്ടവുമായി മുൻപോട്ട് പോകുമ്പോൾ രാജാവ് അതിന് വിപരീതമായിട്ട് ഏലിയാവിന്റെ ശുശ്രൂഷയെ മാനിക്കാതെ എക്രോനിലെ ദേവന്റെ അടുക്കിലേക്ക് തന്റെ ആളുകളെ അയച്ച് തന്റെ രോഗത്തിന് ശമനം വരുമോ, തനിക്ക് സൗഖ്യമുണ്ടാകുമോ എന്ന് ആളയച്ച് ചോദിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഏലിയാവ് എഴുന്നേറ്റ് തന്റെ ശുശ്രൂഷ അവരുടെ മുമ്പിൽ നിർവഹിക്കപ്പെടുന്നത്. ഏലിയാവ് ആകാശത്തും തീ അയച്ച് 50 പേരടങ്ങുന്നതായ സംഘത്തെ നശിപ്പിച്ചു കളയുവാനായിട്ടുള്ള കാരണം അവർ ദൈവത്തെ മറുതലിച്ച് നിന്നതുകൊണ്ടാണ്. അവർ ദൈവത്തിനെതിരെ നിന്നതുകൊണ്ടാണ്. രാജാവും ഭൃത്യന്മാരും യഹോവയായി ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ടാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ നാം പഠിക്കുമ്പോൾ ആരെല്ലാം യഹോവയായി ദൈവത്തിനെതിരെ നിന്നിട്ടുണ്ടോ കാലാകാലങ്ങളിൽ അവരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ അത് പഴയ നിയമത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവയായി ദൈവം കർത്താവായ യേശു ക്രിസ്തുവും ആരെയും തള്ളിക്കളയുന്നില്ല. യേശുതമ്പുരാൻ എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്. കർത്താവിന്റെ സ്നേഹമാണ് അനേകരെ യേശുവിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഇവിടെ ഏലിയാവ് ചെയ്തതുപോലെ ചെയ്യുവാൻ പറയുമ്പോൾ യേശുതമ്പുരാൻ അവരെ തിരിഞ്ഞ് ശാസിക്കുകയാണ്. അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതായ ദുരാത്മാവിനെ, അവരുടേതായ ദുഷ്ടചിന്തകളെ കർത്താവ് അവരിൽ നിന്ന് ശാസിച്ചിട്ട് മനുഷ്യപുത്രൻ പ്രമാണങ്ങളെ നശിപ്പിക്കുവാനല്ല രക്ഷിക്കുവാനായിട്ട് അത്രേ വന്നിരിക്കുന്നതെന്ന് യേശുതമ്പുരാൻ അവരെ പഠിപ്പിക്കുന്നു. ഈ തിരുവചനത്തിലൂടെ നാം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്ന വലിയ ഒരു നഗ്നമായ സത്യമുണ്ട്. ഞാനും നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനായി തീരണം. ഇന്ന് അനേകരുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം പരാജയപ്പെട്ടു പോകാനായിട്ടുള്ള കാരണം നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി നാം ചില തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ശത്രുക്കളെ, എനിക്കെതിരെ നിൽക്കുന്നവരെ ഏതെങ്കിലും വിധത്തിൽ ഇല്ലായ്മ ചെയ്തിട്ട് എനിക്ക് ആ സ്ഥാനത്ത് കയറിയിരിക്കുവാനായിട്ടുള്ള വെമ്പലോടെ നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അതുകൊണ്ടാണ് അവരുടെയൊക്കെ ചിന്തകൾ ഏലിയാവ് ചെയ്തതുപോലെ അവരെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ യേശു തമ്പുരാൻ ചെയ്യുന്നത് അങ്ങനെയല്ല. അവരെ സ്നേഹിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. കർത്താവിനെ ദ്രോഹിച്ചവരെ, കർത്താവിനെ കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ചവരെ പോലും കർത്താവ് സ്നേഹിക്കുകയാണ്. ക്രൂശിന്റെ അരികിൽ യേശു തമ്പുരാൻ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കോടതികളിൽ മാറി മാറി യേശു തമ്പുരാനെ വിധിക്കുമ്പോഴും അവിടെ മുമ്പിൽ നിന്ന സ്നേഹം എന്താണെന്ന് യേശു തമ്പുരാൻ അവരെ പഠിപ്പിച്ചു. ഒരു വാക്ക് പറഞ്ഞാൽ കടലും കാറ്റും ശാന്തമായവന്റെ വാക്കിന് അനുസരിക്കുന്ന കടലും കരയും ഉണ്ടെങ്കിൽ, കോടതിയിൽ നിൽക്കുമ്പോൾ യേശു തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞാൽ അതൊക്കെ ഇല്ലായ്മ ചെയ്താനേ. പക്ഷെ അവിടെയെല്ലാം യേശു തമ്പുരാൻ സ്നേഹത്തിന്റെ വക്താവായി സ്നേഹം എന്താണെന്ന് യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചു. ശത്രുക്കളെ പോലും സ്നേഹിക്കുവാനായിട്ട് യേശു തമ്പുരാൻ പഠിപ്പിച്ചു. പുതിയ നിയമത്തിന്റെ ഏറ്റവും വലിയത് സ്നേഹമാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതാണ് യേശു തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എവിടെയെങ്കിലും പരാജയങ്ങൾ സംഭവിക്കുന്നെങ്കിൽ, നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, നാം ശിഷ്യന്മാർ യേശു തമ്പുരാനോട് പറഞ്ഞതുപോലെ അറിഞ്ഞും അറിയാതെയും ഏലിയാവിനെ പോലെ ഇന്ന ആളുകൾക്ക് ഇന്നത് സംഭവിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ചിന്തകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയില്ല. മറിച്ച് ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന പ്രാർത്ഥനയുടെ ആത്മാവിലായിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നത്. ശത്രുക്കളെ സ്നേഹിക്കാനാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം നമ്മിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഈ ഭാഗത്തിൽ നിന്ന് ആ ചിന്തയെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, കർത്താവ് വന്നിട്ടുള്ളത് മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രമാണങ്ങളെ നശിപ്പിക്കാനല്ല, രക്ഷിക്കുവാനായി കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ഈ തിരുവചന ധ്യാനത്തിന് മുമ്പിലായിരിക്കുന്ന ദൈവത്തിലെ, നിന്നെ രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയാതിരിക്കുമ്പോൾ നിന്നെ രക്ഷിപ്പാൻ കഴിവുള്ളവൻ നസ്രായനായ യേശു മാത്രമാണ്. ഈ ലോകത്തിലെ ചങ്കിലച്ചോര നമുക്ക് വേണ്ടി ഊറ്റി തന്നിട്ടുള്ളത് നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ മാത്രമാണ്. ആ ക്രൂശിലേക്ക് ഇന്ന് രാത്രി നീ അഭയപ്പെട്ടാൽ, ഇന്ന് പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഈ ദൈവവചനം കേൾക്കുന്ന സമയത്ത് ആ ക്രൂശിലേക്ക് നോക്കിയിട്ട് ദൈവമേ എന്നോട് കരുണ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, സ്വർഗത്തിലെ വലിയവനായ ദൈവം നിന്റെ മേൽ കർത്താവ് കരുണ ചെയ്യും. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നവനാണ്. ഈ ലോകത്തിൽ എല്ലാത്തിനേക്കാൾ, സമ്പത്തിനേക്കാൾ, സൗന്ദര്യത്തെക്കാൾ, പ്രിയപ്പെട്ടവരെക്കാൾ, ഉറ്റവരെ, ബന്ധുമിത്രാദികളെക്കാൾ എല്ലാം അപ്പുറത്താണ് ആ ദൈവസ്നേഹം. ആ സ്നേഹത്തിൽ നമുക്കായിത്തീരാം. അതുകൊണ്ട് ഒന്നാമത്തെ ഭാഗത്ത് നമ്മെ ഓർപ്പെടുത്തി കർത്താവ് നമ്മെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്നു. ജനതി ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ ഭാഗത്ത് 3 വ്യക്തികളെ അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ വ്യക്തി കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് കടന്നു വരുന്നുണ്ട്. രണ്ടാമത്തെ വ്യക്തി യേശു തമ്പുരാനോട് അനുഗമിക്കുവാനായിട്ട് ആഗ്രഹം പറയുമ്പോൾ അവൻ യേശു തമ്പുരാനോട് പറയുന്നത്, ഞാൻ തങ്ങളുടെ മരിച്ചവരെ അപ്പനെ അടക്കം ചെയ്യാനായിട്ട് അനുവാദം ചോദിക്കുന്നതായ വ്യക്തിയെ നമുക്ക് അവിടെ കാണുന്നു. മൂന്നാമത്തെ ഭാഗത്തെ ആളിനെ അവിടെ കാണുമ്പോൾ അവൻ വീട്ടിലുള്ളവരോട് അനുവാദം ചോദിക്കുവാനായിട്ട് കടന്നു. 3 പേർക്കും യഹോവയായ ദൈവം അവസരം കൊടുക്കുന്നുണ്ട്. ആ അവസരത്തെ വൃഥാ പാഴാക്കി കളയുകയാണ്. നാളുകളിലുള്ള ചിന്തയെ കൊണ്ട് ഇന്നത്തെ അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളയുകയാണ്. പ്രിയ ദൈവമക്കളെ, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വിളി കെട്ടിട്ട് യേശുവിന്റെ വചനത്തിന്റെ കീഴിൽ നിന്നെ തന്നെ വിട്ടുകൊടുക്കുവാൻ കഴിയാതിരുന്നാൽ, നിന്റെ ജീവിതത്തിലെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് വിശുദ്ധിയുടെ പടവുകളെ ചവിട്ടുവാനായിട്ട് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിന്നിൽ നിന്ന് സ്വർഗരാജ്യം നഷ്ടപ്പെട്ടു പോകും. അനുദപിക്കുന്ന പാപിക്കാണ് സ്വർഗം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുമല്ല, ക്രിസ്തുവിനെ നീ അറിഞ്ഞാൽ ക്രിസ്തുവിന്റെ പിന്നാലെ യാത്ര ചെയ്യണം. ഈ ലോകത്തിൽ രക്ഷിക്കാത്ത സാക്ഷിയായി കർത്താവ് നമ്മെ ഉയർത്തും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ആദ്യ ഭാഗത്ത് കർത്താവ് നിന്നെ സ്നേഹിക്കുവാനായിട്ട് കടന്നു വന്നു. രണ്ടാമത്, കർത്താവ് സ്വർഗം നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. അനുതാപഹൃദയത്തോടെ ക്രിസ്തുവിന്റെ വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് യേശുവിന്റെ പാതയിലൂടെ മുൻപോട്ട് പോകാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ
ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ കുനിച്ചു കൊടുക്കാം. കേട്ടതായ വചനത്തെ ഒരിക്കൽ കൂടി ധ്യാനിക്കാം. യേശുവിൻ്റെ സ്നേഹം ആവോളം രുചിച്ചറിയാൻ നമുക്കൊരുങ്ങാം. യേശുവിനെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു, അതിൻ്റെ പതിന്മടങ്ങായി ദൈവസ്നേഹം നിനക്ക് തരും. അവസാനം ചിന്തിച്ചത് സ്വർഗരാജ്യവും നിനക്ക് നൽകും. ആ സ്വർഗരാജ്യത്തെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം. അതിന് തടസ്സമായി എന്തെങ്കിലും ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ യേശുവിനെ ഏറ്റുപറഞ്ഞ് നമുക്ക് വിനയത്തോടെ ആയിരിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാലുകളിൽ കുരിശിൽ കൂടെ ഞങ്ങൾ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ ദിവസത്തിൻ്റെ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധി ഞങ്ങളായിരിക്കുമ്പോൾ കൽപ്പിതരായ വചനത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ തന്നെ ഒരുക്കണമേ. ആയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ.